എല്ലാവർക്കും കണ്ണാടൻ വ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഒരു മാരുതി 800 ആണ് കേട്ടോ. ഇതൊരു 95 മോഡൽ വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടി വാങ്ങാൻ പോവാണ്. അപ്പോൾ ഈ വണ്ടി കുറേ നാളായിട്ട് എടുക്കാതെ കിടക്കുകയാണ്. ഈ വണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് അവന് വേണ്ടി ഞാനും എൻ്റെ അനിയനും കൂടി പോയി ആ കോതമംഗലത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇന്ന് ഞാനും എൻ്റെ അതേ അനിയനും കൂടി അവൻ്റെ കയ്യിൽ നിന്ന് ഈ വണ്ടി നമ്മുടെ പേരിൽ വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ. കുറച്ച് നാളായിട്ട് വണ്ടി എടുക്കാതെ കിടക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അഴുക്കുകളും കറയൊക്കെ വണ്ടിയുടെ പുറത്തുണ്ട്. ഇൻഷുറൻസ് തീർന്ന് കിടക്കുകയാണ്, പൊല്യൂഷൻ തീർന്ന് കിടക്കുകയാണ്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ബോഡി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പണിതെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 95 മോഡലാണ് കേട്ടോ. നമ്മുടെ ജീപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് 97 മോഡലാണ്. അപ്പോൾ അതിനേക്കാളും പഴയൊരു വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി ഇച്ചിരി പണി ചെയ്യാനാണ് കേട്ടോ. ബാറ്ററിയൊക്കെ തീർന്ന് കിടക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബാറ്ററി അഴിച്ചെടുത്തിട്ട് ചാർജ് ചെയ്യാനായിട്ട് കൊടുക്കാം. ബാറ്ററി ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വണ്ടീനെ നമുക്കൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. അത് കഴിഞ്ഞ് ബാക്കി വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കണ്ണാടൻ ബോക്സിലേക്ക് സ്വാഗതം. എന്നാലും ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ സ്ക്രൂ അതെ സീറ്റ് ചെയ്തിട്ടുണ്ട്. അടിച്ചുറപ്പിച്ച അത് ഊരം മേലായിരുന്നു. സ്ക്രൂ ഉണ്ട്. ഈ കുണാണ്ടറിലാണല്ലേ? അതില്ല ഇനി. ഉണ്ട് അതൊക്കെ അകത്തിരിപ്പുണ്ട്. സീറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് എടുത്തോണ്ട് വന്നത് നോക്കണ്ടോ? അതെ, ഫുള്ള് അവിടെ നിന്ന് ഓടിച്ചില്ലേ? വണ്ടി മൊത്തത്തിൽ കിടന്ന് പുല്ലുക്കണം. പെയിന്റ് മേടിക്കണം. ഗ്രില്ല് അങ്ങനെ ഓഫറോടാ ഇരുന്ന് ഇരുന്ന് ആന്ന് വിശാല ഓഫ് റോഡ് അടിയടാ വലി. നേരത്തെ അങ്ങോട്ട് കൊള്ളാം. പവറേഷ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി കഴുകുക. ഓക്കെ ഗായ്സ്, വി ആർ ഗോയിങ് ടു വാഷ് അവർ വെഹിക്കിൾ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പുറമേ ഉള്ള കറ കണ്ട അത്യാവശ്യം നമ്മുടെ തുണിയിലൊക്കെ കരിമ്പം പിടിച്ചിരിക്കുമ്പോഴാണ് പിടിച്ചേക്കുന്നത് കേട്ടോ. യെസ് എടാ ഒരു എടാ പല്ല് തേക്കണ പേസ് അത് കറക്റ്റായിട്ട് വെക്കടാ. പല്ല് തേക്കണ പേസ് എടുത്താൽ മതി, നൈസായിട്ട് വിളിപ്പിക്കാം. എന്തായാലും നോക്കിയേക്കാം. ഞങ്ങൾ കൊണ്ടുനടക്കുമ്പോൾ എല്ലാ സാധനം പെർഫെക്റ്റ് ആയിരിക്കും ശങ്കരൻ. അതുകൊണ്ട് ശങ്കരന് വേണ്ടി അതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ല കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമാണ്. എടുക്കുവാണെങ്കിൽ നന്നായിട്ട് എടുക്കുള്ളൂ. അങ്ങനെ നമുക്ക് അതും കൂടി ഇറക്കണം. അപ്പോൾ 3 ആവും മൊത്തം. ഇല്ലടാ, എവിടെയാണ് ഇത് കാണിക്കുന്നത്? ഇവിടെയാണ് ഇത്തിരി ഉള്ളത്. അവിടെ അങ്ങനെ അത്ര ഒന്നും കാണിക്കണ്ടോ? ഇത്രയല്ല, ഈ 2 ഹോള് കണ്ട, 2 ഹോളിൻ്റെ നടുക്ക് നിൽക്കണം. ആ 2 ഹോളിൻ്റെ അകത്ത് ഒന്നുകൂടി നോക്കിയടാ നന്നായിട്ട്. ഫുള്ളായിട്ട് ഇറക്കണം, ഇത് ഫുള്ളായിട്ട് ഇറക്കണം. ഫുള്ളായിട്ട് ഇറക്കി. ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഓയിലും കൂടി മേടിച്ച് വയ്ക്കണം. കുറവാണല്ലേ? അല്ല, ഓയിൽ കുറവാണ്. അപ്പോൾ ഓയിൽ ഒഴിക്കണം. യെസ്, ഓയിൽ ഒഴിക്കാം. അത് ശരി. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചിട്ട് ഞാനാരെ അടഞ്ഞിട്ടില്ലേ?
അത് കുഴപ്പമില്ല. നനച്ചു, മൊത്തം നനച്ചു കേട്ടോ. അതിന് പോവാൻ നോക്കിയോ? പോകുമ്പോൾ ഓ നൈസ്. മറ്റേത് വേസ്റ്റ് ഇട്ടാലേ പോകുള്ളൂ. പൊടിയൊക്കെ പോകും. പോയി ഇല്ല പോകുന്നുണ്ട്. ഇതിട്ട് ഒരയുവാടാ ഈ ബ്രഷ് ഇട്ട. നല്ല സ്മൂത്താന്ന് തോന്നുന്നു. നീ പോകണ്ടെന്ന് ഒന്ന് അവിടെ ഇവിടെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് നോക്കടാ. ഓക്കെ എന്നാ പോയണ്ട. പോകുന്നുണ്ട്. നമുക്ക് മൊത്തത്തിലൊന്ന് വെട്ടം കടിക്കാം. കൈ കണ്ടോ, ഒരു കാല് പോലെ. ഉള്ള പെയിന്റ് ഇത് പെയിന്റ് അടിപ്പിക്കേണ്ടി വരുമോ? പെയിന്റ് അടിപ്പിക്കേണ്ടി വരുമോ? യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതാ ഈ കിടക്കുന്നതാണ് നമ്മുടെ മാരുതി 800 1995 മോഡലാണ്. ഇത് നമ്മുടെ ബൽറാമൻ 97 മോഡലാണ് കേട്ടോ, ബൽറാമൻ. അപ്പോൾ ഇത് കൂടാതെ പിന്നെ നമുക്കുള്ള ഒരു വാഗണാറാണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ളൊരു വാഗണാർ. അപ്പോൾ നമ്മളിനി മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ബമ്പർ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ബമ്പർ കുറേ നാൾ മുമ്പ് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ മൊത്തം പെയിൻ്റൊക്കെ പോയി ആകെ വൃത്തിയായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബമ്പർ നമ്മൾ നല്ല രീതിയിലൊന്ന് പെയിൻ്റ് അടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു നീറ്റായിട്ട് വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ വണ്ടി കാണുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ ബമ്പറിലേക്കായിട്ടാണ് നമ്മുടെ നോട്ടം പോകുന്നത്. പിന്നെ ഇതിൻ്റെ ബീഡിങ് ഒക്കെ പോയിട്ടുണ്ട്. നമുക്ക് ബീഡിങ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒത്തിരി പഴയതാണ്, കാരണം ഞാൻ പറഞ്ഞില്ല വണ്ടി 95 മോഡലാണ്. അപ്പോൾ ഒത്തിരി പഴയതാണ്. അതുപോലെ നമ്മുടെ ഡോറിൻ്റെ ഓപ്പൺ ചെയ്യുന്ന സാധനത്തിന് എന്തോ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബമ്പറിൽ പെയിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അടിക്കുന്നത് മാറ്റ് ബ്ലാക്കാണ്. യെസ്, അപ്പം നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് വൃത്തികേടെന്ന് പറയുന്ന സംഭവം അതിൻ്റെ ബമ്പറിൻ്റെ ആ ഒരു പെയിൻ്റൊക്കെ ഇതുണ്ട്, ഇതാ ഇങ്ങനെയൊക്കെ നിന്നായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ടൊന്ന് പേപ്പർ പിടിച്ചിട്ട് സ്പ്രേ പെയിൻറ്റ് കൊണ്ടൊന്ന് ചെയ്യാൻ പോകട്ടെ, ഫുൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫുൾ ബ്ലാക്ക് അടിക്കണം. അതുപോലെ തന്നെ ഗ്രില്ല് അടിക്കണ്ടേടാ, അഴിച്ചെടുക്കണ്ടേ? ഓക്കെ, ഗ്രില്ല് അഴിച്ചെടുത്തിട്ട് അടിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗ്രില്ലല്ല മറ്റേ അകത്തിരിക്കത്തില്ലേ, ഈ ലോഗോ ഒന്നും ഇല്ലാത്ത രീതിയിലിരിക്കത്തില്ലേ, അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത്? മേടിക്കുന്നതാണോ? എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, അതൊന്ന് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്. നമുക്ക് ഈ സാധനം ഒരെണ്ണം വണ്ടി വിളിക്കുന്നിടത്തുനിന്ന് ഒപ്പിച്ചിട്ടേ ഇതിൻ്റെ അകം കട്ട് ചെയ്ത് മെഷ് കയറ്റാം. അത് ചെയ്യാമല്ലോ. ഓക്കെ, ടൂൾസ് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, നമുക്കെല്ലാം ചെയ്യാൻ കേട്ടോ. നമ്മൾ പേരടിച്ചായിരുന്നു, ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, പേരടിച്ചു. അത്രയ്ക്ക് അങ്ങോട്ട് തെളിഞ്ഞിരിക്കത്തില്ല കേട്ടോ. നമ്മൾ പണ്ട് ഓൾട്ടോ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അടിച്ചപ്പോഴൊക്കെ ഇങ്ങനെ നല്ല വൈറ്റ് കളറായിരുന്നു. പക്ഷേ ഇത് അത്രയും തെളിഞ്ഞിട്ടില്ല, കാരണം ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ഓൾറെഡി ടിൻഡഡാണ്. നമുക്കിത് മതി, അത്യാവശ്യം വായിക്കാൻ പറ്റും. എന്നാൽ വൃത്തികളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കിടക്കുന്ന കേട്ടോ, നൈസായിട്ടുണ്ട്. കറക്റ്റ് ഫ്രണ്ടിലോട്ട് തന്നെ ആണല്ലോ അല്ലേ, മോഹം കറുത്ത് പോകരുത്. അടിച്ചടിച്ച് പോട്ടെ. അടിപൊളി. രണ്ടെണ്ണമുണ്ട്. ഒഴുകല്ലേ. കുറച്ച് 15 സെൻറ്റിമീറ്ററാണ് അതല്ലേ, 15 സെൻറ്റിമീറ്ററാണെങ്കിൽ കറക്റ്റ് ഇതാവും, കവറാവും.
അണ്ണൻ കണ്ടോ? അണ്ണൻ വന്നോ? ഇല്ല, വന്നിട്ടില്ല. യെസ്, നമ്മൾ ഗ്രില്ല് ഊരിയെടുത്തു. തിങ്കളാഴ്ച നമുക്ക് കൊണ്ട് ആ വണ്ടിയിൽ അടിക്കണം. കണ്ണാടൻ അടിക്കണം, മറ്റേ ബ്ലാക്കും അടിക്കണം. അത് പോകണ്ട, അല്ല അത് പോകണമെന്നില്ല, അടിച്ചു വിട്ടാച്ചാൽ മതി. ആ ഒരു ഡയറക്ഷൻ അടിക്കണത് അങ്ങനെ തന്നെ അടിച്ചു വിട്ടു. അപ്പോൾ അവിടെ അകത്തെ ഡയമണ്ട് എല്ലായിടത്തും ചെല്ലും. ആ അതുപോലെ തന്നെ അടിച്ചടിച്ച് മൊത്തം കിട്ടും. വെറൈറ്റിക്ക് വേണ്ടി ഒരു സ്വർണ്ണ കളറിലെ പെയിന്റ് അടിച്ച് മൊത്തം അടിച്ചില്ല വണ്ടിയെ ഫുള്ള്. കുലിക്കാടാ നല്ലപോലെ, പിന്നെ നല്ലപോലെ കുലിക്കണം, അല്ലെങ്കിൽ ഒരു വെള്ള കളർ കയറിയിട്ട്. ആ അങ്ങനെ അടിച്ചു അങ്ങ് പൊക്കോ. അതിന് വിട്ടുകൂടി ആച്ചി, അവിടെ കഴിഞ്ഞില്ല. എൻ്റെ കൈയൊക്കെ കറുപ്പിക്കുക. അതാനം വേണം, അതുള്ളതാണ് നല്ലത്. അയ്യോ നമ്മുടെ വണ്ടിക്ക് ഇല്ലാഞ്ഞിട്ട് എന്ത് വിലയാണോ? ആണോ? അടിപൊളി. ആ അപ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ വീഡിയോസ് നോക്കിയാൽ മതി, അപ്പോൾ അറിയാം. കറുത്തൊരു കേബിൾ ടൈം മേടിക്കണം അല്ലേ? കേബിൾ ടൈ അല്ലേ? കേബിൾ ടൈ എൻ്റെ വൈറ്റ് ഉള്ളല്ലേ? ആ അതിന് വൈറ്റ് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ മറ്റേ സ്പ്രേ എടുത്ത് ചെക്കൊന്ന് റെഡി അടിച്ചാൽ ജസ്റ്റ് ഒരു ഒറ്റടി. അതിന് ലൈറ്റ് വേണമെന്നില്ല. എടുത്തെടുത്ത് ആ അടച്ചിട്ട് ബോണ്ട് അടച്ചാൽ നോക്കട്ടെ. ബോണ്ട് അടക്കും നോക്കട്ടെ, വണ്ടിയുടെ ഭംഗി എങ്ങനെ എനിക്ക് അടയ്ക്കും. ഓക്കെ, ബോണറ്റിൻ്റെ അകം പെയിൻറ്റ് ചെയ്യാനുണ്ട് നമുക്ക്, അപ്പോൾ അടുത്ത് തന്നെ. യെസ്, ഓനെ എങ്ങനെ കിടന്ന വണ്ടിയാന്ന് നോക്കി. സെറ്റായില്ലേ അത്യാവശ്യം? പിന്നെ ബ്ലാക്ക് വന്നപ്പോൾ തന്നെ ഞാൻ അത് ഒന്ന് ബമ്പറൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാനുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പീസ് വരും. ആ അത് വരും, ഇവിടെ ഒരു ബീഡിങ് വരും, ഇവിടെ അവിടെ ഒരു ബീഡിങ് വരും. അത് കിട്ടാൻ നോക്കാം, കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇത്രയും നേരം കണ്ട വൈറ്റ് വണ്ടി ഞാനെടുത്താൽ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ബ്ലാക്ക് വണ്ടി ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കസിന് വേണ്ടി പോയി എടുത്ത വണ്ടിയാണ്. ഇത് കൂടാതെ നമുക്ക് വേറൊരു വണ്ടിയും കൂടി ഉണ്ട്, എല്ലാം MS 800 അപ്പോൾ ഈ വണ്ടികൾ വെച്ചിട്ട് നമുക്ക് കുറേ വീഡിയോസ് ഇനി ചെയ്യാനുണ്ട്, കാരണം എല്ലാ വണ്ടിക്കും കുറേ പണി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.